എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരു ഒന്നര മാസമായി. കുറച്ച് തിരക്ക് കാര്യങ്ങളിൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ 6 മണിയാണ് രാവിലെ സമയം. ഇപ്പോൾ നമ്മളുടെ റംബൂട്ടാൻ തോട്ടത്തിൽ വന്നിരിക്കുകയാണ്. റംബൂട്ടാൻ തോട്ടത്തിലൊക്കെ അത് ഇവിടെ എല്ലാ കായ്കളും പിടിച്ച് എല്ലാം അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. പൂത്ത വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇതിപ്പോൾ കായകളൊക്കെ ആയി. ഈ സൈഡിലേക്കൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കായകളായി തുടങ്ങി. ഇതൊക്കെ ലാസ്റ്റ് പൂത്തിരിക്കുന്ന മരമാണ്. നമുക്ക് കാണാത് എല്ലാ തണ്ടുകളും നമ്മൾ ഇതാണ് സ്ഥലത്തൊക്കെ കൊലകളായി തുടങ്ങി. കംപ്ലീറ്റ് 6 വർഷമായ മരങ്ങളാണ്. എല്ലാം കംപ്ലീറ്റ് പൂത്തുണ്ട്, കായകളായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തൂക്കി അടിച്ചു കൊടുക്കണം, സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്. ഇന്നിപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ഈ മരം മാത്രം നമ്മൾ വൈകി പൂത്തു എന്ന് പറഞ്ഞാൽ കാരണം മറ്റുള്ള മരങ്ങൾ പൂത്തതിന് ശേഷം ഇത് തളിരിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ ക്രമീകരണം മൂലം ഇത് വീണ്ടും നമുക്ക് ഫുള്ളായിട്ട് പൂത്ത് കിട്ടി. മുമ്പ് പൂത്തത് ഞാൻ കാണിച്ചു തരാം, അതിൻ്റെ കായകളും കാണിച്ചു തരാം. ഇതാണ് നമുക്ക് ആദ്യമൊക്കെ ആയിട്ട് പൂത്ത് കിട്ടിയ മരങ്ങൾ. എല്ലാം നല്ല രീതിയിൽ കായ പിടിച്ചിട്ടുണ്ട്. നല്ലൊരു കാലാവസ്ഥ കാരണം അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ വരെ നിൽക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ നമ്മൾ SOP അടിക്കണം, മൈക്രോ ന്യൂട്രിയൻസ് അടിച്ചു കൊടുക്കാനുണ്ട്. വേറെ വളങ്ങളൊന്നും നമ്മൾ പൂത്തതിന് ശേഷം ചെയ്തിട്ടില്ല. അതിന് ഒരു 2 ദിവസം ഗ്യാപ്പിൽ നനച്ചു കൊടുക്കുന്നുണ്ട്. എന്നാലും നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വെയിലിൻ്റെ ചൂടനുസരിച്ച് കംപ്ലീറ്റ് കൊഴിഞ്ഞു പോകും. പിന്നെ വേറൊരു ഗുണം നമുക്കുള്ളത്, നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ തെങ്ങുകൾ നിൽക്കുന്ന കാരണം അതിൻ്റെ ഒരു ഷെയ്ഡുണ്ട്. ഇപ്പോൾ പഴയ ഒരു ക്ലൈമറ്റാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് വെച്ച് നമുക്ക് മുഴുവനായിട്ട് മരങ്ങളൊന്നുമില്ലാത്തൊരു തോട്ടത്തിലാണെങ്കിൽ കരിച്ചിൽ ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പോൾ ഇത് നമുക്കൊരു സഹായകരമായിട്ട് മാറിയിട്ടുണ്ട്, ഈ തെങ്ങുകളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് നിൽക്കുന്നതുകൊണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കംപ്ലീറ്റ് എല്ലാ മരങ്ങളും ഒരേ രീതിയിൽ പൂത്ത് വന്നിട്ടുണ്ട്. നമ്മളുടെ SOP ഒരു പ്രാവശ്യം മുമ്പ് അടിച്ചിരുന്നു, പൂക്കുന്നതിന് മുമ്പായിട്ട് അടിച്ചിരുന്നു, 1 മാസം മുമ്പ്. ജാനുവരി ആദ്യം തന്നെ അടിച്ചിരുന്നു. ജാനുവരി ലാസ്റ്റായി കഴിയുമ്പോൾ കംപ്ലീറ്റ് പൂത്ത് കായകളായി. ഈ മരങ്ങളൊക്കെ എല്ലാ 6 വർഷമാണ്. ഇത് കാണാം നിറയെ നല്ല രീതിയിൽ കായ്ച്ചു വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം നമ്മളിന്ന് SOP അടിക്കുന്നത് ICLന്റെ SOP ആണ്. സെലക്ട് SOP ICL കമ്പനിയാണ്, ഇന്റർനാഷണലാണ്. നല്ല റിസൾട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. നമ്മൾ ഒരു പാക്കറ്റ് ഇന്നലെ കഴിഞ്ഞ ദിവസം അടിച്ചിരുന്നു. ശരിക്കും ഫുള്ളായിട്ട് നമ്മുടെ വെള്ളത്തിൽ ഡൈല്യൂട്ടായി പോകുന്നതാണ് ഇത്. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്. ഇത് നമ്മളുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു സംഭവം. ഇന്ത്യയിലാണ് കൂടുതലായിട്ട് വിൽപ്പനകളൊക്കെ നടക്കുന്നത്. ICLന്റെ ആണ് ഇന്റർനാഷണൽ വിൽപ്പന നടക്കുന്ന സാധനം. ഓൺലൈനിൽ വാങ്ങിച്ചതാണ് ICL. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത്. രണ്ടും കണ്ടന്റൊക്കെ സെയിം തന്നെ. നമ്മളുടെ പൊട്ടാഷ്യം സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യം 50%, പിന്നെ 17.5% സൾഫർ ഉണ്ട്. പിന്നെ ക്ലോറൈഡ്സ് 2.5%, സോഡിയം 2%, മോയ്സ്ചർ കണ്ടന്റ് 1.5%. നമ്മൾ കുറച്ച് പശ കൂടി ചേർത്ത് കൊടുക്കണം. ml വെച്ച് കൊടുത്താൽ മതി 1 ലിറ്ററിലേക്ക്. നമ്മൾ ഇതിൻ്റെ അളവ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ SOPയുടെ അളവ് 5 ഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. 4 to 5 ഗ്രാം വരെ നമുക്ക് ചെയ്യാം. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. 4 ഗ്രാം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 4 ഗ്രാമാണ് ഞാൻ ചെയ്തത്. ഈ പ്രാവശ്യം 5 ഗ്രാമാണ് ചെയ്യുന്നത്. SOP 1 കിലോ നമ്മൾ 200 ലിറ്ററിൻ്റെ ബാരലിലേക്ക് ഇടാണ്. പകുതി ഡ്രമ്മിൽ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. പൊടി ഇട്ടതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിക്കും. അതുപോലെ പശ നമ്മൾ എടുക്കുന്നത് 200 ലിറ്ററിലേക്ക് 100 ml ആണ്. അത് അഗ്രികൾച്ചറിന് യൂസ് ചെയ്യാൻ പറ്റിയ പശയായിരിക്കണം. നമ്മളുടെ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അതിമേന്ന് ഊർന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്, പെട്ടെന്ന് ഞാൻ മഴയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കാം. നമ്മൾ പശ ഒഴിച്ചു കൊടുക്കുകയാണ്. ലിക്വിഡ് റെഡി ആയിട്ടുണ്ട്, വളം അടിക്കാനുള്ള റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ SOP അടിക്കുമ്പോൾ എല്ലാ മാസവും ഇപ്പോൾ നമ്മൾ പൂക്കുന്നതിന് മുമ്പ് 1 പ്രാവശ്യം അടിച്ചു. ഇപ്പോൾ പൂത്തതിന് ശേഷം ചെറിയ കായായിപ്പോൾ അടിച്ചു. ഇനി ഒരു 2 പ്രാവശ്യം കൂടി അടിക്കണം. ഒരു 25 ദിവസത്തിന് ശേഷം 1 പ്രാവശ്യം അടിക്കണം. അതിനുശേഷം ഒരു 25 ദിവസത്തിന് ശേഷം 1 പ്രാവശ്യം അടിക്കണം. എന്നാലാണ്
നമുക്ക് കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യുമ്പോൾ ഈ രീതിയിൽ ചെയ്താലാണ് ആ കായ്കൾക്ക് തൂക്കും നല്ല സ്വീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. എൻ്റെ കാര്യം കൂടി പറയാനുണ്ട്, അപ്പോൾ അതും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് ശരിക്കും നമ്മൾ ഫോളിയാർ സ്പ്രേയിലേക്ക് പോകുമ്പോൾ നമ്മളുടെ തടങ്ങൾ, ചെടിയുടെ തടം നന്നായിട്ട് നനഞ്ഞ് കിടക്കണം. ഒരു ചെറിയ മോയ്സ്ചർ കണ്ടന്റ് എപ്പോഴും ആ മണ്ണിൽ വേണം. അല്ലാതെ നമ്മൾ നേരിട്ട് വരണ്ട് കിടക്കുന്ന സമയത്ത് കൊണ്ടുവന്ന് ഫോളിയാർ സ്പ്രേ ചെയ്യരുത്. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ അടിക്കുന്ന സമയം, ഫോളിയാർ സ്പ്രേ അടിക്കുന്ന സമയം നമ്മൾ ഏറ്റവും നല്ല ടൈം 6 to 9 മണി വരെ രാവിലെ. പിന്നെ വൈകിട്ടാണ് ഒരു 4 മണിക്ക് ശേഷം, വെയിലൊക്കെ ഒന്ന് അറിയതിന് ശേഷം ഒരു 6 മണി വരെ ആണ് അടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ ഇതിൻ്റെ ഇലകളുടെ മുകളിലും താഴെയൊക്കെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ശരിക്കും പെട്ടെന്നാണ് വലിച്ചെടുക്കാനും നമ്മൾ തടത്തിൽ വളം ഇട്ട് കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും എഫക്റ്റീവാണ് നമ്മളുടെ ഫോളിയാർ സ്പ്രേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ പോകുന്നത്. അടുത്ത